അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് 2018 ജൂൺ 21, 23 തീയതികളിൽ ലഭിച്ച ദൈവിക വെളിപാടുകൾ അതിസംബന്ധമായി നൽകിയ ഖുതുബയാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെളിപാട് ആരംഭിച്ചത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിനം ഞാൻ നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നിങ്ങളുടെ മേൽ എൻ്റെ അനുഗ്രഹം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലയോ മുനീർ അഹമ്മദ് അസീം, ഈ നൂറ്റാണ്ടിലെ മസീഹും എൻ്റെ ഖലീഫത്തുള്ളാഹുമായവരെ, ഈ നൂറ്റാണ്ടിൽ ഞാൻ നിന്നെ ദലീലുൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങൾക്കുള്ള വഴികാട്ടി, നാസിഹ്, യഥാർത്ഥ ഉപദേശകൻ എന്നീ നിലകളിൽ ഉയർത്തിയിരിക്കുന്നു. സഹീഹുൽ ഇസ്ലാം എന്നു പേരുള്ള ഒരു ജമാഅത്തുമായി. സഹീഹുൽ ഇസ്ലാമിൻ്റെ അർത്ഥം ഇസ്ലാമിൻ്റെ സത്യത ശരിയാക്കുക, മുൻപ് ദൈവിക വെളിപാടുകളിലൂടെ നൽകിയ ദൈവിക സത്യങ്ങൾ മനുഷ്യൻ്റെ കൈകടത്തൽ മൂലം വികൃതമാക്കപ്പെട്ടതിനെ ഇല്ലാതാക്കുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥ സന്ദേശത്തെ പുനഃസ്ഥാപിക്കുക. ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല അവൻ്റെ ദീനായ ഇസ്ലാമിനെ, അവൻ്റെ ഗ്രന്ഥമായ ഖുർആനെ, പുതുതായി ലോകത്ത് വന്നിരിക്കുന്ന തൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് യഥാർത്ഥമായ നിലയിൽ പഠിപ്പിക്കുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും അവൻ ചെയ്തിട്ടുണ്ട്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചന മൊഴികളിലൂടെ സുസ്ഥാപിതമായതുമാണ്. ഈ ലോകത്തിലേക്ക് ഈ നൂറ്റാണ്ടിൽ ജമാഅത്തു സഹീഹുൽ ഇസ്ലാമിനെ ഉയർത്തിയത് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളുടെ മേൽ അതിക്രമിച്ച് കയറി നിയന്ത്രണം സ്ഥാപിക്കുക, ഒരാളിൻ്റെ അവകാശങ്ങളിൽ കടന്നു കയറി അതിൻ്റെ അവകാശി താനാണ് എന്ന് സ്ഥാപിക്കുന്ന നടപടിക്രമത്തിനാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇന്ന് കഴിവുള്ളവനെല്ലാം ഇരച്ച് കയറി കഴിവില്ലാത്ത സാധുക്കളെ കൊല്ലുകയും തങ്ങളുടെ വീട്ടിൽ നിന്നും തങ്ങളുടെ നാട്ടിൽ നിന്നും അടിച്ചോടിക്കുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ചയാണ് ലോകത്ത് സ്ഥാപിക്കുന്നത്. ഇമ്പീരിയലിസം കൂടികുത്തി വാഴുകയാണ്. ക്യാപിറ്റലിസത്തിൻ്റെയും, അതായത് മുതലാളിത്ത വ്യവസ്ഥിതിയുടെയും ശാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നൂറ്റാണ്ടിൽ അല്ലാഹു തആല ആവുകയാണ്. നമ്മൾ ഇമ്പീരിയലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും അടിമകളായി ഈ ലോകത്ത്
കഴിയുന്ന മുസ്ലിങ്ങളെ, മനുഷ്യരെ, അവരുടെ യഥാർത്ഥ അവകാശം എന്താണ് എന്നും അവരുടെ ഉത്തരവാദിത്വം എന്താണെന്നും അവർക്ക് ബോധനം നൽകുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനമനുസരിച്ച് മാനവരാശിയെ ഉണർത്തുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിച്ച നിയോഗിതനാണ് അദ്ദേഹം. ഈ രണ്ട് വ്യവസ്ഥയും മാനവരാശിയെ ക്രൂരമായും അനീതിപരമായും ഭരണം നടത്തുകയാണ്. മനുഷ്യർക്കിടയിൽ അർത്ഥമില്ലാത്ത കൃത്രിമ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ച് ഒരു വിഭാഗത്തെ തൊട്ടുകൂടായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്ന ഈ ക്രൂര നടപടികളിൽ നിന്നും മാനവകുലത്തെ രക്ഷിക്കുക. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ഭരണകർത്താക്കളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ക്രൂരമായ പൈശാചികമായ നടപടിക്രമങ്ങളാണ് മനുഷ്യനെ വേർതിരിച്ച് നിർത്തുക എന്നുള്ളത്. അതിനെതിരായി മനുഷ്യനുമായി ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാരായി ഭൂമിയിൽ കഴിയേണ്ടവരാണ് എന്ന പരമമായ സത്യം അവരെ ബോധ്യപ്പെടുത്തുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടി അല്ലാഹു തആല അവൻ്റെ സൃഷ്ടികളുടെ മേൽ അവൻ്റെ അനുഗ്രഹമായി നിയോഗിച്ച നിയോഗിതനാണ് ഹസ്രത്ത് ഖലീഫത്തുല്ലാ മുനീർ അഹമ്മദ് അസീം. മാനവകുലത്തെ രക്ഷിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് വന്നത്. പക്ഷേ രക്ഷാമാർഗം സ്വീകരിക്കേണ്ട മനുഷ്യർ ഈ അധർമ്മികളുടെ അക്രമികളുടെ പിടിയിലമർന്ന് അവരുടെ ദാസന്മാരായി, അവരുടെ അടിമകളായി കഴിയുന്ന ദയനീയമായ കാഴ്ച. ഇതിനെതിരായി ഉയർന്ന് പോരാടേണ്ടതാണ് എന്ന് അദ്ദേഹം ലോകത്തോട് ആഹ്വാനം ചെയ്തു. ജമാഅത്ത് സഹീഹുൽ ഇസ്ലാം ജനാധിപത്യത്തെയാണ് അത് പ്രബോധിക്കുന്നത്. അതിൻ്റെ പ്രബോധനം സാർവദേശീയ സാഹോദര്യമാണ്. അടിമയാക്കപ്പെട്ടവരുടെയും താഴേക്കിടയിൽ ആണ്ടുപോയവരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുകയും അവർക്ക് മറ്റുള്ളവർക്കൊപ്പം തുല്യ പരിഗണന നൽകി ഉയർത്തുക എന്നതും ജമാഅത്ത് സഹീഹുൽ ഇസ്ലാമിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നു. അതെ, ലോകത്തിലുള്ള സകല മനുഷ്യരെയും അവർ തൻ്റെ സഹോദരങ്ങളായി കാണുവാനും അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കുവാനും അവരെ ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും വിജയികളാക്കി തീർക്കുന്നതിനുമായിട്ട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുതിയ ഗാഥ രചിക്കുന്നതിന് വേണ്ടിയാണ് ഈ നൂറ്റാണ്ടിൽ ഈ ഇമ്പീരിയലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിനും എതിരായി പോരാടുവാൻ ഹസ്രത്ത് ഖലീഫത്തുല്ലാ നിയോഗിതനായത്. അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശം ലോകമെങ്ങും വ്യാപിക്കേണ്ടതും ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ മാനവരാശിക്ക് നൽകിയിരിക്കുന്ന ഈ അതിമഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും അങ്ങനെ മാനവരാശിയെ മുഴുവൻ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുവാനും തങ്ങളുടെ സഹോദരങ്ങളാണ് എന്നുള്ള ആ വിശ്വസാഹോദര്യ മഹത്വം ലോകമെങ്കും ഉയർത്തിക്കാട്ടുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പ്രാപ്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ദീർഘമേറിയ ഒരു പ്രഭാഷണമാണ് ഇത്. ഇപ്പോൾ അതിന് സാങ്കത്യമില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.